നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസി രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഭാരത സ്ത്രീത്വ പ്രതീകമായ സീത എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാൽമീകി രചിച്ച ആദ്യകാവ്യമായ രാമായണത്തിലെ ഓരോ കഥാപാത്രവും ഓരോ വ്യക്തിയും ഔദ്യോഗികവും കുടുംബപരവുമായ ചുമതലകൾ എങ്ങനെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ജ്ഞാനം നൽകുന്നു. രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് സീതാദേവി. സർവം സഹയായ ഭൂമിദേവിയുടെ മകളായ സീതാദേവിയെ ഒരു ഉഴവുചാലിൽ നിന്നാണ് ജനക മഹാരാജാവിന് ലഭിക്കുന്നത്. കൊട്ടാരത്തിൽ രാജകുമാരിയായി സർവ്വസുഖങ്ങളും ആധാരങ്ങളും അനുഭവിച്ച് വളരുന്ന സീത ജനക മഹാരാജാവിന്റെ ഇച്ഛപ്രകാരം സ്വയംവരത്തിന് തയ്യാറാവുകയും അതിലൂടെ രാമനെ ഏൽക്കുകയുമാണ് ഉണ്ടായത്. ഇതിലൂടെ മാതാപിതാക്കളോട് ബഹുമാനവും അനുസരണയുമുള്ള ഉത്തമ പുത്രിയാണ് സീത എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വിവാഹത്തിന് ശേഷം അയോധ്യയിലെത്തുന്ന സീത 3 മാതാക്കളെയും വേണ്ടതുപോലെ ശുശ്രൂഷിക്കുകയും ശ്രീരാമന്റെ കുടുംബത്തോടൊപ്പം ഇണങ്ങിച്ചേരുകയും ചെയ്യുന്നു. കൈകേയി മാതാവിന്റെ ആവശ്യപ്രകാരം വനവാസത്തിന് പോകാൻ ഒരുങ്ങുന്ന ശ്രീരാമനോടൊപ്പം താനും പോയി വെച്ചുവെന്ന് സീതയും നിർബന്ധം. ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ വത്സരം മാത്രമേ ധരിക്കാവൂ എന്ന കൈകേയിയുടെ ആവശ്യം അറിയുമ്പോൾ ഞാൻ സർവ്വം വത്സരം മാത്രമേ ധരിക്കൂ എന്ന് സീത തീരുമാനിക്കുന്നു. ഇതിലൂടെ ഒരു സഹധർമ്മിണി എങ്ങനെയായിരിക്കണമെന്ന് പുതിയ തലമുറയ്ക്ക് മാതൃകയാകുകയാണ് സീതാദേവി. കാനനവാസത്തിന് പോകുമ്പോൾ നമുക്ക് ഇവർക്കും അറിയാവുന്നതുപോലെ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുന്നുണ്ട്. പക്ഷേ രാജകുമാരിയായ സീത ഇതെല്ലാം സന്തോഷത്തോടെ രാമന്റെ സാമീപ്യത്തിൽ ഒരു പരിഭവവും ഇല്ലാതെ ധൈര്യത്തോടെ നേരിടുന്നു. സീതയ്ക്ക് മായ ബഹുമാനോട് തോന്നുന്ന മോഹമാണ് രാവണന് സീതയെ അപഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. എന്നാൽ ശ്രീരാമന്റെ ദീനരോധനം കേട്ട് സഹിക്കാനാകാതെ ലക്ഷ്മണനോട് അദ്ദേഹത്തെ രക്ഷിക്കാൻ പോകാൻ പറയുമ്പോൾ പരുഷ വാക്കുകൾ ഉപയോഗിക്കുന്ന സീത ദേവിയുടെ അഗാധമായ സ്നേഹം, ശ്രീരാമനോടുള്ള സ്നേഹമാണ് ആ വാക്കുകളിൽ വെളിപ്പെടുത്തുന്നത്. പുഷ്പക വിമാനത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്റെ ആഭരണങ്ങൾ വലിച്ചെറിയുന്നതിൽ നിന്ന് സീതയുടെ മനസാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലങ്കയിലെത്തിയതിനു ശേഷം വനവാസത്തിന്റെ കഷ്ടപ്പാടുകൾ എല്ലാം അനുഭവിച്ച സീതയ്ക്ക് ലങ്കയുടെ മഹാരാജ്ഞിയുടെ സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന രാവണനോട് പുച്ഛം കാണിക്കുന്ന സീത ലൗകിക കാര്യങ്ങളിൽ ഒരു താല്പര്യവുമില്ല എന്നത് വെളിപ്പെടുത്തുന്നു. രാവണനും രാക്ഷസിമാരും സീതയ്ക്ക് മനോഷമം ഉണ്ടാക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊന്നും പകരാതെ തന്റെ ആത്മധൈര്യത്തിലും ശ്രീരാമന്റെ കഴിവിലുള്ള വിശ്വാസവുമാണ് അവയെല്ലാം നേരിടാൻ സീതാദേവിയെ സഹായിക്കുന്നത്. ശ്രീ ഹനുമാൻ വന്ന് തന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, എന്റെ ഭർത്താവ് തന്നെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനവും ശ്രീരാമനുള്ള വിശ്വാസവും കാണാൻ സാധിക്കുന്നു. അവസാനം രാവണവധത്തിനു ശേഷം അഗ്നിപരീക്ഷണത്തിന് വിധേയയായി തന്റെ പാതിവ്രത്യം തെളിയിക്കാൻ ഒരു മടിയും ജാനകി കാണിക്കുന്നില്ല. സ്ത്രീ എന്നാൽ ഒരു സമൂഹത്തിന്റെ വെളിച്ചമാണ്. അവൾ ഒരു പുത്രിയാണ്, ഒരു മകളാണ്, ഒരു ഭാര്യയാണ്, ഒരു അമ്മയാണ്, ഒരു അമ്മയാണ്. ഒരു കുടുംബത്തെയും അതുവഴി ഒരു സമൂഹത്തെയും നേരായ വഴിയിലൂടെ നയിക്കുന്നവളാണ്. അവൾക്ക് സർവം സഹയാണ്. എന്നാൽ അവർക്ക് ആത്മാഭിമാനവുമുണ്ട്. ജാനകി ധൈര്യത്തിൻ്റെയും പരിശുദ്ധത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഭാരത സ്ത്രീത്വ പ്രതീകമാണ് സീത എന്നത് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ജയ ശ്രീരാം.